ഹായ് ഗായ്സ്, വെൽക്കം ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു വെയർ ഹൗസ് ജോബിന് പോകുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് ദൂരമുള്ള ഒരു വെയർ ഹൗസാണ്. അപ്പോൾ ജസ്റ്റ് വ്ളോഗ് ഒന്ന് കണ്ടു വെക്കാം. ഓക്കെ, അപ്പം കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഞാൻ ഇന്നലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് അറ്റ്മോസ്ഫിയർ. രാവിലത്തെ 6:20 6:30 ട്രെയിനാണ് ഞാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്ന് ട്രെയിൻ സ്റ്റേഷൻ, അവിടുന്ന് നേരെ ഡ്യൂറിന് നേരെ ഓയിസ്കൃഷൻ, പിന്നെ അവിടുന്ന് ഇറങ്ങി നടന്ന് ഗുഡ് ക്യാൻ. സ്റ്റിൽ വാക്കിംഗ് ടു ദി റെയിൽവേ സ്റ്റേഷൻ. 63 എത്തിയിരിക്കുന്ന ട്രെയിൻ വരുന്നേ ഉള്ളൂ. ട്രെയിൻ വരുന്നുണ്ട്, കാണാം. ഓക്കെ, അപ്പോൾ ട്രെയിനിൽ കയറി ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു ഏകദേശം 25 മിനിറ്റ് എടുക്കും ഡ്യൂറിനെത്താൻ. ഓക്കെ, രാവിലെ ആണെങ്കിലും മഴക്കാറുണ്ട് കേട്ടോ. ഓക്കെ, കാണാം. Nächster Halt, Langerweh. Planmäßige Ankunftszeit 6:49 Uhr. Ausstieg rechts. അടുത്ത സ്റ്റോപ്പ് ഏതാന്ന് പറഞ്ഞാണ് ഇപ്പോൾ കേട്ടത്. സൺറൈസ് കൊള്ളാമല്ലേ, പക്ഷേ മഴക്കാറാണ്. നേരത്തെ പറഞ്ഞ സ്റ്റേഷനാണ്. ഹായ് സൺ. പിന്നെ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ടു നോക്കുക കേട്ടോ. ഡോറയുടെ പ്രയാണം കണക്കാണ്. വർക്കിന് വന്നു, പക്ഷേ കൊള്ളാം. Nächster Halt, Düren. Planmäßige Ankunftszeit 6:56 Uhr. Ausstieg rechts. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്, ഡ്യൂറൻ. നല്ല ഉറക്കം വരുന്നുണ്ട്. നോർമലി ട്രെയിനിൽ കയറിയിരുന്ന് ഉറങ്ങാറാണ് പതിവ്. ഓക്കെ, അപ്പം ഡ്യൂറൻ സ്റ്റേഷനെത്തി, ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം ഒരു 10 മിനിറ്റ്. ഇപ്പം അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഓയിസ്കൃഷൻ ട്രെയിൻ വരും. തൊട്ടപ്പുറത്തേക്കിടെ കാറ് കൊണ്ടുപോകുന്ന ട്രെയിൻ പോകുന്നു കേട്ടോ. കുറേ വണ്ടി കൊണ്ടുപോകുന്നു. നമ്മുടെ ട്രെയിൻ വന്നോട്ടോ. അപ്പം നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതിനാണ് ഓയിസ്കൃഷനിലേക്ക് പോകുന്നത്. 45 മിനിറ്റ്സ് അത്രയുണ്ട്.
ഇതാണ് കേട്ടോ ട്രെയിനിൻ്റെ ഉള്ളിൽ വോയിസ് ക്വസ്റ്റ്യൻ ട്രെയിൻ. നമ്മുടെ ട്രെയിൻ എടുത്ത് കേട്ടോ, ട്രെയിൻ എടുത്തപ്പോഴത്തേക്കും അവിടെ ചെക്കർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ വോയിസ് ക്വസ്റ്റ്യൻ റൂട്ട്, ഡ്യൂറൻ ടു വോയിസ് ക്വസ്റ്റ്യൻ. ഫുള്ളിങ്ങനത്തെ മറ്റേ പാടവും അതൊക്കെയാണ്, കൃഷി സ്ഥലങ്ങളാണ് മൊത്തം. രണ്ട് സൈഡിലും അതെ കേട്ടോ. ഉണ്ടോ മൊത്തം കൃഷി സ്ഥലങ്ങളാണ്, രണ്ട് സൈഡും അതെ. പിന്നെ ഞാൻ ഉറങ്ങട്ടെ, കുറച്ച് നേരം വോയിസ് ക്വസ്റ്റ്യൻ എത്തിയിട്ട് കാണാം. ഗൈസ്, ഇതാ നമ്മൾ വോയിസ് ക്വസ്റ്റ്യൻ എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇനിയിലേക്കാണ് ഫ്രണ്ടിലേക്കാണ് ബസ് സ്റ്റേഷൻ. ഉണ്ടോ അവിടെ നിന്ന് ബസ് കയറി വേണം നമ്മുടെ വെയർ ഹൗസിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ബസ് എടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മൾ ബസ്സിലിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മൊത്തം ജേണി, അതായത് വീട്ടിൽ നിന്ന് വേറെ ഹൗസ് വരെ എത്താൻ വേണ്ടി ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ കൂടുതൽ ഏകദേശം ഇത്ര എടുക്കും. കാര്യം 6:20 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റു വെയർ ഹൗസിലെത്തുന്ന എപ്പോഴാണ് 8:30 കഴിയുമ്പോഴാണ്. പിന്നെ ലേറ്റും കൂടെ ആവുകയാണെങ്കിൽ പറയാൻ വേണ്ട. അതായത് ഇപ്പം ഡ്യൂറും വരെ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ അവിടെ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ട്രെയിൻ വോയിസ് ക്വസ്റ്റ്യനിലേക്ക് ട്രെയിൻ ഉള്ളൂ. Nächste Haltestelle Kleinwüllesheim-Siedlung. ഓക്കെ, അപ്പോൾ ഇതിൽ വിങ്ങേഴ്സ്ബർഗ് എന്ന് കൊടുത്തിരുന്നുണ്ട്, അവിടെയാണ് നമുക്ക് ഇറങ്ങുന്നത് സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി. ഇനി ഇവിടെ നിന്ന് നടന്നു. പിന്നെ ഇവിടെ കണ്ട് ഇവിടെ ഒരു ഹോഴ്സ് ഫാമൊക്കെ ഉണ്ട്, കുറേ കുതിരകളുണ്ട്. ഉണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വെയർ ഹൗസിലേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് ഇനി ഒരു 10-15 മിനിറ്റ് നടക്കണം. ഏകദേശം ഒരു 1 കിലോമീറ്റർ 900 സംതിങ് മീറ്റർ ഉണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ ഒരു നെയ്ബർഹുഡിൽ കൂടെ ഇങ്ങനെ പോകണം. പിന്നെ ഒരു സൈഡിൽ കൂടെ 2 ഇങ്ങനെ കാട്ടി പിടിച്ചൊരു സ്ഥലം. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു റോഡ്. ഈ നെയ്ബർഹുഡിൻ്റെ റോഡ് ഇവിടെ തീരുന്നു. എന്നിട്ട് പിന്നെ കാട്ടിക്കണ്ട സൈഡിൽ കൂടെ ഉള്ള റോഡ്. ഇതാണ് കാടിൻ്റെ. ഇവിടെ നേരത്തെ ഇപ്പോൾ കാടായിരുന്നു, ഇപ്പോൾ പുല്ലൊക്കെ ഇട്ടിട്ടേക്കുന്ന കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഇതിൽ ഡോഗ്സിനെയും കൊണ്ട് വരാറുണ്ട്. ദേവനെ വന്ന് എനിക്കിത് കാണുമ്പോൾ വിൻഡോസ് എക്സ്പിയുടെ വാൾപേപ്പറാണ് കേട്ടോ ഓർമ്മ തന്നെ. പക്ഷേ അതിൽ മരമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ അല്ലേ, അതുപോലല്ലേ നേരത്തെ അവിടെ ഇതുപോലെ ഇങ്ങനെ പുല്ലായിരുന്നു കേട്ടോ. അതിപ്പം വെട്ടിയിട്ടേക്കുന്നു. കാട് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റൂട്ടിലേക്ക് കയറി. ഇവിടുന്ന് നേരെ പോയ വേറെ
ഇവിടെ നോക്കിയാൽ കാണാൻ കേട്ടോ, അതേ കാണുന്ന വലിയത് ആണ് വെയർ ഹൗസ്. ഓരോ ലാഗർ 3, 6, 8 ഒക്കെ. എൻ്റെ ലാഗർ 10. അത് നേരെ അങ്ങ് പോയിട്ട് ലെഫ്റ്റ്. ഇവിടെയൊക്കെ എന്തോ പുതിയത് പണിയൊന്നുണ്ട് കേട്ടോ. സ്റ്റോറേജ് ഫുള്ളാവാറായി. 10 മിനിറ്റ്സും കൂടെ ഉള്ളൂ റെക്കോർഡിങ്. അതിന് മുന്നേ എന്താണേലും ലാഗർ കിട്ടും ഉറപ്പാണ്. സുഹൃത്തുക്കളെ കാണുന്നതാണ് എൻ്റെ ലാഗർ ലെഫ്റ്റിൽ. ഓരോ വണ്ടികൾ വന്ന് കിടക്കുന്ന കണ്ടെയ്നേഴ്സ് DHL, GLS അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ എൻ്റെ ഉള്ളിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.